ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 33-ാം ഞായർ ദിവ്യബലി മധ്യേ നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസ് 13-ാം അധ്യായം 24 മുതൽ 32 വരെ വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തിൽ മനുഷ്യപുത്രൻ്റെ ആഗമനത്തെ കുറിക്കുന്ന കാര്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 3 സംഭവങ്ങൾ മർക്കോസ് ആരംഭത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ആകാശഗോളങ്ങൾക്കുണ്ടാകുന്ന മാറ്റം. 2, മനുഷ്യപുത്രൻ്റെ ആഗമനം. 3, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒത്തുചേരൽ. ആകാശഗോളങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത് പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ ആണ്. പഴയ നിയമ പശ്ചാത്തലത്തിൽ ആ ദിവസങ്ങളിൽ എന്ന പ്രയോഗം നിശ്ചിതമായ ഒരു സമയത്തെ സൂചിപ്പിക്കുന്നില്ല. ഉദാഹരണം ജെറമ്യ 3-ാം അധ്യായം 18-ാം വാക്യം. എങ്കിലും ക്രിസ്തു വിശ്വാസികൾ നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾക്കു ശേഷമുള്ള കാലമാണ് അത്. പീഡനാനന്തരം ആകാശഗോളങ്ങൾക്ക് ഇളക്കം സംഭവിക്കുന്നു. പഴയ നിയമ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ഉദാഹരണം ഏശയ്യാ 13:10 ആകാശഗോളങ്ങൾക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചുള്ള സൂചന നമുക്ക് ലഭിക്കുന്നത്. അവിടെ കർത്താവിൻ്റെ ദിനത്തിലും ആ ദിനത്തിൽ സംഭവിക്കുന്ന ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലിലും സൂര്യചന്ദ്ര നക്ഷത്രാദികൾ നശിക്കുകയും ആകാശത്തിൽ വൻ ഇളക്കങ്ങൾ സംഭവിക്കുകയും ചെയ്യുമെന്ന് വിവരിക്കപ്പെടുന്നുണ്ട്. ആ വിവരണത്തിൽ അടങ്ങിയിരിക്കുന്ന ശൈലിയും ബിംബകൽപ്പനയും മർക്കോസ് സുവിശേഷകനും മനുഷ്യപുത്രൻ്റെ ആഗമനം വർണ്ണിക്കുവാനായിട്ട് ഉപയോഗിക്കുകയാണ്. മനുഷ്യപുത്രൻ്റെ പ്രത്യാഗമനത്തെ കുറിക്കുന്ന വാക്യത്തിൽ ദാനിയേൽ പ്രവാചകന്റെ സ്വാധീനം നമുക്ക് ദർശിക്കാനാകും. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനവേഹങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനായവന്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജ്യത്വം അനശ്വരമാണ്. 7-ാം അധ്യായം 13 മുതൽ 14 വരെ വാക്യങ്ങൾ. ദൈവിക പ്രഭാവത്തോടും സ്വർഗീയ മഹത്വത്തോടുമുള്ള മനുഷ്യപുത്രൻ്റെ സുനിശ്ചിതമായ പ്രത്യാഗമനമാണ് ദാനിയേൽ പ്രവചനത്തിൻ്റെ സാരം. മനുഷ്യപുത്രൻ പരസ്യ ജീവിതകാലത്ത് തൻ്റെ അധികാരം ഭൂമിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം മർക്കോസ് 2-ാം അധ്യായം 10-ഉം 28-ഉം വാക്യങ്ങൾ. എന്നാൽ പൂർണ്ണ ശക്തിയിലും പ്രഭാവത്തിലും അവിടുത്തെ ആരും ദർശിച്ചിട്ടില്ല. അതുപോലെ തന്നെ മനുഷ്യപുത്രൻ എന്ന നിലയിൽ താൻ ഉപേക്ഷിക്കപ്പെടുമെന്നും പീഡിപ്പിക്കപ്പെടുമെന്നും വധിക്കപ്പെടുമെന്നും ഒടുവിൽ ഉദ്ധാനം ചെയ്യുമെന്നും യേശു പ്രവചിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യപുത്രൻ്റെ മഹത്വപൂർണമായ സ്ഥിതി ആരും അനുഭവിച്ചിട്ടില്ല. ആയതിനാൽ യേശുവിൻ്റെ സർവമഹത്വം വെളിപ്പെടുവാനിരിക്കുന്നത് അവിടുത്തെ പ്രത്യാഗമനത്തിലാണ്. മനുഷ്യപുത്രൻ്റെ പ്രത്യാഗമനത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അത് ന്യായവിധിക്കല്ല, പ്രത്യുത ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിലും നിന്ന് അവൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുവാനാണ്.
പഴയ നിയമത്തിൽ ചിതറിക്കപ്പെട്ടു പോയ ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് ചേർത്ത് ദൈവം അവരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നുള്ള വാഗ്ദാനം നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണം യേശയ്യാ 11-ാം അധ്യായം 12-ാമത്തെ വാക്യം. എന്നാൽ മനുഷ്യപുത്രന്റെ പ്രത്യാഗമനത്തിൽ ചിതറിപ്പോയ ഇസ്രായേലിനെ അല്ല, ഭൂമുഖത്തുള്ള ക്രിസ്തുവിശ്വാസികളായ സകലരെയും, അതായത് പുതിയ ഇസ്രായേലിനെ ഒന്നിച്ച് ചേർക്കും. അടുത്തതായി നാം കാണുന്നത് ജാഗ്രതയുടെ ആവശ്യതയെക്കുറിച്ചുള്ള ചില സൂചനകളാണ്. സൂചനകളിൽ ഒന്ന് അത്തിവൃക്ഷത്തെ പറ്റിയുള്ള ഉപമയാണ്. പാലസ്തീനായിൽ മിക്ക വൃക്ഷങ്ങളും നിത്യഹരിതങ്ങളാണ്. എന്നാൽ അത്തിമരം ഹേമന്ത ആരംഭത്തിൽ ഇല കൊഴിക്കുകയും വേനൽക്കാല ആരംഭത്തിൽ തളിരിടുകയും ചെയ്യുന്നു. യൂറോപ്യൻ കാലാവസ്ഥയിൽ തളിരിടൽ വസന്തകാലത്തിലാണ്. വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്നാണ് ഇളം കതിരുകൾ നൽകുന്ന സൂചന. ഈ ഉപമയെ യേശു ഒരു ഉപാസന പാഠമായി അവതരിപ്പിക്കുകയാണ്. ലോകാന്ത്യത്തിൻ്റെ പ്രാരംഭ സൂചന അത്തിമരത്തിൻ്റെ ഉപമയിൽ അടങ്ങിയിരിക്കുന്നുവെന്നാണ് സാരം. ആയതിനാൽ വിശ്വാസികൾ കാലം നൽകുന്ന അടയാളങ്ങൾ ഗ്രഹിച്ച് ജാഗരൂകരാകുവാൻ ക്ഷണിക്കപ്പെടുന്നു. കൂടാതെ യേശുവിൻ്റെ പ്രത്യാഗമനം ആസന്നമായിരിക്കുന്നു എന്ന പ്രതീക്ഷയും ബോധ്യവും ശ്രോതാക്കൾക്ക് ലഭ്യമാവുകയാണ് ഇവിടെ. ആയതിനാൽ ഈ തലമുറ എന്ന പ്രയോഗം പ്രധാനമായും കാലത്തെ സൂചിപ്പിക്കാനാണ് മർക്കോസ് ഉപയോഗിക്കുന്നത്. മനുഷ്യപുത്രന്റെ പ്രത്യാഗമനത്തെ സംബന്ധിച്ച പ്രവചനം നിശ്ചയമായും നടപ്പിലാക്കുമെന്ന ഉറപ്പും വിശ്വാസ സമൂഹത്തിന് ഇവിടെ ലഭിക്കുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടും പദ്ധതിയും നിലനിൽക്കുമെന്നും സ്വർഗവും നരകവും കടന്നു പോകുമെന്നുമുള്ളതിന് പഴയ നിയമത്തിൽ തന്നെ സൂചനയുണ്ട്. സങ്കീർത്തനം 102 25 മുതൽ 27 വരെ ഉദാഹരണമായി നമുക്കെടുക്കാം. പ്രവചിക്കപ്പെട്ട കാര്യങ്ങൾ നിശ്ചയമായും പൂർത്തിയാകുമെന്നതിനാലും പ്രത്യാഗമനത്തിൻ്റെ കൃത്യമായ സമയവും ദിവസവും നിശ്ചയമില്ലാത്തതുകൊണ്ടും ജാഗ്രത വളരെ അത്യന്താപേക്ഷിതമാണ്. പ്രിയമുള്ളവരെ, അവസാന സമയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നാം നിത്യവും മുഴുകാറില്ല. എന്നിരുന്നാലും ജീവിതത്തിലെ വ്യക്തിപരമായ ഉത്കണ്ഠകൾ നിമിത്തം കർത്താവേ, നീ എപ്പോഴാണ് വരിക എന്ന് നാം ചോദിക്കാൻ ഇടയുണ്ട്. യേശു തൻ്റെ അനുയായികൾക്ക് നൽകിയ മറുപടി ആണ് നമുക്ക് നൽകുവാനുള്ളത്. ജീവിതത്തിൻ്റെ അരാജകത്വത്തിൽ അവിടുത്തെ വരവിൻ്റെ അടയാളങ്ങൾക്കായി നയനങ്ങൾ തുറക്കാം. നമ്മുടെ മോചനത്തിൻ്റെ സമയത്ത് ഉറപ്പായും അവിടുന്ന് വരും എന്ന് വിശ്വസിക്കാം. അവിടുന്ന് ശരിയായ സമയത്ത് വരും. ആയതിനാൽ കാലം നൽകുന്ന അടയാളങ്ങൾ ഗ്രഹിച്ച് ജാഗരൂകരായി ജീവിക്കുവാൻ നാം ക്ഷണിക്കപ്പെടുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.